മിയവില്ലേ വലിയ ചാച്ചന്റെ മോനെ മോനെ തങ്കുവേ മന്താടിയേ മഞ്ചാടിയേ നീ മന്താടിയാണോ? നീ മന്താടിയാണോ? ആണോ? നീ ഒരു മന്താടിയാണോ? മഞ്ചാടിയേ 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 നീ ഒരു മന്താടിയാണോ? നീ മന്താടിയാണോ? അവളിത് ഇട്ടേക്കുവാന്നോ മക്കളുടെ കയ്യില്? അതുകൊണ്ട് മക്കൾക്ക് കണ്ണിനകത്ത് കയറ്റാൻ പറ്റുന്നില്ലല്ലോ. ശങ്കരിയേ അവമ്മടെ തൂക്കിടിയേ പൊന്നും കുട്ടോ പൊന്നു മോനെ പൊന്നു മോനെ പൊന്നു മോനെ പൊന്നു മോനെ പൊന്നു മോനെ കള്ളത്തമ്മ തമയ്ക്കല്ലേ? ഇപ്പൊ കള്ളച്ചമ്മ ചമയ്ക്കും. കള്ളത്തമ്മ തമയ്ക്കല്ലേ? കള്ളത്തമ്മ തമയ്ക്കല്ലേ? മോനെ മോനോ മോനെ തിരിയൊക്കെ പോന്നു പങ്കടി അല്ലയോ ഇവളൊരു പങ്കടി അല്ലയോ ഇവളൊരു പങ്കടി അല്ലയോ മോനെ സുന്ദരോ നീ സുന്ദരിയാണോ? നീ ഒരു സുന്ദരിയാണോ? ആണോ? സുന്ദരിയാണോ? 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 പൊന്നിങ്കിളിയേ യോ കള്ളത്തമ്മ ഓടി അങ്കാടി മോനെ കരയല്ല. നമുക്ക് ഒത്തിരി അടുത്ത് പോകാനുണ്ട്. നമ്മുടെ എല്ലാ അമ്പലങ്ങളിലും പോകണം വെച്ച് നമുക്ക് ഒത്തിരി അടുത്ത് പോകാനുണ്ട്. ഒത്തിരി കുംഭക്ഷേത്രങ്ങളിലൊക്കെ അങ്ങ് പോകണം. എല്ലായിടവും പോയി അമ്പോറ്റികളെ കാണണം. എല്ലായിടത്തും അച്ഛനെ നോക്കുക. അമ്പോറ്റിയെ കാണാൻ പോണം നമ്മച്ച്. ചാച്ച മിണ്ടുന്നില്ലയോ നോക്കുമായിരിക്കും. ഒത്തിരി അമ്പോറ്റികളെ കാണാൻ പോണം. എല്ലായിടവും പോണം. എല്ലായിടത്തും പോണം. എല്ലായിടത്തും പോയി അമ്പോറ്റികളെ കാണണം. മോന് കാണണ്ടേ? മോനെ അവർക്ക് കാണണ്ടായോ? കാണണം. മോനെ അവർക്ക് കാണണം. അച്ചാച്ചോ അച്ചാച്ചോ അച്ചാച്ചൻ്റെ ഓങ്ക്രീം കുട്ടിച്ചാത്ത സോ ഷോ ഷോ മോനെ ഇടിയപ്പാപ്പം വേണോ? ഇടിയപ്പാപ്പം വേണോ? ഇടിയപ്പാപ്പം വേണോ? അപ്പാപ്പ തിന്നാ രാവിലെ രാവിലെ ബാബ തിന്നാ ബാബ തിന്നാ ബാബ തിന്നാ ബാബ തിന്നാ പിച്ച് പച്ച് കളയട്ടെ പിച്ച് പച്ച് കഴിയാട്ടെ എനിക്ക് ക്ഷാമയില്ല. എനിക്ക് ക്ഷാമയില്ല. ജോലി ഉണ്ട്. എനിക്ക് തീരെ സമയമില്ല. നിങ്ങൾ കൂടിയോ? നീ എന്നെ തഴിഞ്ഞില്ലയോ? എന്തോ അച്ചാച്ച ഇങ്ങനെയൊക്കെ പറയുന്നേ?
ഇതൊക്കെ പന്ന സംസാരമല്ലയോ? പൊന്നോ ദാണ്ടെ പന്നെ പന്നെ നിന്നെ മതി. ദാ പാട്ടുപാടി ഇന്ന് രാവിലെ നമുക്ക് ഇടിയപ്പം കേട്ടോ. അമ്മ കോട്ടയം വരെ പോകും. അപ്പോൾ ഇടിയപ്പം അമ്മ ഉണ്ടാക്കി. ഇന്നലെ വൈകിട്ടല്ലയോ ചോറ് വെച്ച്. ഇന്നലെ വൈകിട്ടായിരുന്നു അരി അടുപ്പത്തിട്ടത്. അതുകൊണ്ട് അത് തിളപ്പിച്ച് ചുറ്റി. വൈകിട്ട് വരത്തേക്ക് കാണത്തില്ലയോ അമ്മേ? വൈകിട്ടിട്ടാ പോരെ ഇനി അരി? രാവിലെ എനിക്ക് ചപ്പാത്തി തിന്നാൻ തികയത്തില്ല. ഓക്കെ. ചീനി വേവിക്കുന്ന. ഇനി ഞാൻ മാങ്ങയും മുരിങ്ങയ്ക്കയും കൂടെ കറിയും വെക്കാം. ചാച്ചൻ രാവിലെ ബീഫ് വാങ്ങാൻ പോണോന്ന് ഇങ്ങനെ വിചാരിച്ചതാ. പിന്നെയും പറഞ്ഞ് നാളെ വാങ്ങിക്കാന്ന്. ഇപ്പം ഭാവ ഉറങ്ങിയേ. എനിക്കാണെങ്കിൽ മഴയൊക്കെ പെയ്യുന്നോണ്ട് അങ്ങ് ഉറക്കവും വരുക. നല്ലപോലെ ഉറങ്ങി. ഇനി കുളിപ്പിക്കണം. എനിക്ക് ഉറക്കം എഴുന്നേൽപ്പിക്കുമ്പോഴാണ് ഞാൻ കുളിപ്പിക്കുന്നത്. കുറച്ച് പാലേ കൊടുക്കും. കുറച്ച് പാൽ കൊടുത്തിട്ട് കുളിപ്പിക്കും. എന്നിട്ട് പാൽ കൊടുത്തിട്ട് ഉറക്കി കൈ ഇരിക്കുമ്പോൾ തന്നെ ഇപ്പം കണ്ണെഴുതുവേ. വാലിട്ട് ചേട്ടാ എന്ന് പറഞ്ഞിട്ട് അവൾക്ക് വാലിട്ട് കണ്ണെഴുതി കൊടുക്കുക. ഞാൻ പറഞ്ഞില്ലേ അമ്മ കോട്ടയത്ത് പോയെന്ന്. ചാച്ചൻ അമ്മയെ കൊണ്ടുവിടാൻ പോയിട്ട് വന്നു. ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. കറിക്കൊന്ന് കടുക് താളിക്കണം, തുണി കഴുകണം. അതിവളെ കുളിപ്പിച്ചിട്ടേ കഴുകത്തുള്ളൂ. അപ്പം എല്ലാം കൂടെ കഴുകി എനിക്കും കുളിച്ചിങ്ങി കയറാമല്ലോ. കോഴികൾ മുട്ടയിടുന്നില്ല. പുതിയ കുട്ടി വന്നതിന് ശേഷം ഇടുന്നില്ല. സമയമാണെങ്കിൽ 12:45. ഞാൻ തുണി കഴുകാനൊക്കെ കുഞ്ഞാവെ ഉറക്കിയിട്ട് അവളെ ഞാനാണെങ്കിൽ ഉറക്കിയില്ല. എൻ്റെ അമ്മേ, അവളെ ഒരു 11 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് കുളിപ്പിക്കാനെടുത്തത്. നല്ല ഉറക്കമായിരുന്നു. പിന്നെ തന്നെ ഉണർന്നു. ഉറക്കമാണെങ്കിൽ ഞാൻ എടുത്തിട്ട് പോയി കുളിപ്പിക്കത്തില്ല കേട്ടോ. ഉറക്കം ഉണർന്നിട്ടേ കുളിപ്പിക്കും. മിക്ക ദിവസം ആ സമയം തന്നെ ഉണരും. കുളിപ്പിക്കുന്ന സമയത്ത്, എന്നും കുളിപ്പിക്കുന്ന സമയത്ത് തന്നെ അവൾ ഉണരും. അപ്പോൾ ഇവൾ ഉണർന്നു കഴിഞ്ഞാൽ ഭയങ്കര മഴയായിരുന്നു. അതുകൊണ്ട് ബാത്റൂമിൽ വെച്ചിട്ടാണ് കുളിപ്പിച്ച്. ഇല്ലേ നമ്മുടെ കെണ്ടുങ്കരെ കൊണ്ടാണ് കുളിപ്പിക്കുന്നത്. ഞാൻ പായൊന്ന് മടക്കി വെച്ചിട്ട് ബാക്കി വിറയാം. അങ്ങനെ കുളിപ്പിച്ച് ഒരുക്കി. അതെന്തായാലും ഒരു 3/4 മണിക്കൂർ അങ്ങനെ അങ്ങ് പോകും. ഒരുക്കും പിന്നെ ഉറക്കവും ഒക്കെ. ഉറങ്ങിയില്ല. അപ്പം ഞാൻ ഒരുക്കിയിട്ട് ചാച്ചൻ സത്യം പറഞ്ഞാൽ ഇവരെ കുളിപ്പിച്ചിട്ടൊന്ന് നൂരുമ്പോഴത്തേക്കും നമ്മുടെ നടുവിൻ്റെ കെട്ടിളകും. അത് എനിക്ക് മാത്രമാണോ തോന്നിയെന്ന് എനിക്കറിയത്തില്ല. കുളിപ്പിച്ച് ഇവരെ എല്ലാം നമ്മൾ കുനിഞ്ഞ് എന്നല്ലേ ചെയ്യുന്നത്. ഒരുക്കി അതേപോലെ ഇവരെ ഉറക്കുമ്പോഴത്തേക്കും നമ്മളൊരു പരുവാകും. എന്നാൽ ആ സമയത്ത് നമ്മൾ, നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഞാൻ പാത്രം ഒന്ന് കഴുകിക്കോട്ടെ. എന്നിട്ട് ഇവളെ അച്ഛൻ്റെ കൈ ഏൽപ്പിച്ചിട്ട് തുണി കഴുകാൻ പോയി. എൻ്റെയും 2 തുണി ഉണ്ടായിരുന്നു. കുഞ്ഞാവയുടെ ഇന്നത്തെ എല്ലാം ഉണ്ടായിരുന്നു. കഴുകിയിട്ട് ഞാൻ ഒറ്റ വെള്ളേ പിഴിഞ്ഞുള്ളൂ. കുളിമുറി കൊണ്ടുവന്ന് കുളിക്കുന്നതിൻ്റെ കൂടെ അങ്ങ് പിഴിയാന്ന് വെച്ച്. എനിക്കറിയാം ഇവൾ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ കരയാനുള്ള സാധ്യതയുണ്ടെന്ന്. കാരണം കുളിച്ച് കഴിഞ്ഞിട്ട് പാലും കുടിച്ചില്ല. അപ്പോൾ എന്തായാലും വിശക്കുമല്ലോ. അപ്പോഴത്തേക്കും ഞാൻ കുളിക്കാൻ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും കരഞ്ഞ് എനിക്ക് ഈ പാൽ കൊടുക്കാനും പറ്റത്തില്ല. ഞാൻ കയ്യിലൊക്കെ തേച്ചിട്ടാണ് തുണി കഴുകാൻ പോയത്. കുളിക്കാൻ ഇങ്ങോട്ട് വന്ന് ഭയങ്കര കരച്ചില്ല. പിന്നെ ചാച്ചനൊരു 10 മിനിറ്റ് എങ്ങനെയൊക്കെയോ പാട്ടൊക്കെ പാടി ഒപ്പിച്ചു. അപ്പം അങ്ങനെ ചാച്ചനെ നോക്കിയൊക്കെ ഇരുന്ന് എങ്കിലും ചെറിയ ചിണുങ്ങി. പെട്ടെന്ന് കുളിച്ചിട്ട് ഇറങ്ങി വന്ന് അവളെ ഉറക്കി. എനിക്ക് ഭയങ്കര ആഗ്രഹം, എന്തോ പേടിച്ചു പോയി. നമ്മുടെ കോഴികളൊക്കെ അങ്ങ് സുന്ദരന്മാരും സുന്ദരികളുമായി കൂട്ടി വന്നതിന് ശേഷം കഷ്ടം. മറ്റേ കോഴിക്കൂട്ടിലേ അതുങ്ങൾ ബുദ്ധിമുട്ടി കിടക്കുമായിരുന്നു. കാണിക്കാം. ഇപ്പോഴൊന്ന് ഉഷാറായതവർ. അന്നച്ഛൻ കുളിപ്പിക്കുകയൊക്കെ ചെയ്തു. ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ ഒരു വൈറൽ വീഡിയോ ഇവർ കാരണം ഉണ്ടായതാണ്. നമ്മുടെ റംബൂട്ടാനൊക്കെ താഴെ അങ്ങ് പൊഴിഞ്ഞു വീഴുവാണേ. താഴെ പച്ച കിടക്കുന്നുണ്ടോ, അതെല്ലാം റംബൂട്ടാൻ വീഴുന്നതാണ്. നല്ല പട്ടിശല്യമാണ്. രാത്രിയിൽ പെരയുടെ മണ്ടയിലാണ് ഇതുങ്ങൾ കിടക്കുന്നത്. ഇന്നലെ രാത്രി ഒരു 2:30 സമയമായപ്പം കുഞ്ഞാവയ്ക്ക് പാൽ കൊടുക്കാനും വേണ്ടി കുഞ്ഞാവയെ എഴുന്നേൽപ്പിച്ചപ്പോൾ ഭയങ്കര മുറുമുറുപ്പ് പട്ടിയുടെ. അതിൻ്റെ ഇടയിൽ ഒറ്റൊരു കൊര. പെണ്ണ് കണ്ണും തുറന്നു. പക്ഷേ അവളപ്പം തന്നെ ഉറങ്ങി. രാത്രി അങ്ങനെ പെട്ടെന്ന് അങ്ങ് ഉറങ്ങും. ഇപ്പോൾ പകലാണെങ്കിലും നമ്മൾ ഉറക്കിയിട്ട് കട്ടിലിലോട്ട് കിടത്തുമ്പോൾ അവൾ ഉണരും. പക്ഷെ രാത്രി
ഇതുവരെ അങ്ങനൊന്നും ആയിട്ടില്ല, ഉണർത്തില്ല. 2 തട്ടിട്ടുമ്പോഴത്തേക്കും വീണ്ടും ഉറക്കത്തിലോട്ടങ്ങ് പോവും. അങ്ങനെ അതല്ല, എനിക്കാണെങ്കിൽ ക്യൂടെക്സ് ഇടാൻ ഭയങ്കര ആഗ്രഹം തോന്നി. എത്ര നാളായി ക്യൂടെക്സ് ഒക്കെ ഇട്ടിട്ട്. അപ്പം ഞാൻ കാലയിലും കയ്യിലും ക്യൂടെക്സ് ഇട്ടു. എനിക്ക് അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും തോന്നാറില്ല. ഇത് നമ്മുടെ കൈയുടെ അതേ കളറാണേ. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നും തോന്നാറില്ല. പക്ഷേ എന്താണെന്നറിയത്തില്ല, ഇന്ന് എനിക്ക് ആഗ്രഹം തോന്നി കുളിച്ചിട്ടൊന്ന് ക്യൂടെക്സ് ഒക്കെ ഇടണമെന്ന്. കുളിച്ചിട്ടല്ല, എനിക്ക് ക്യൂടെക്സ് ഇടണമെന്നൊരാഗ്രഹം തോന്നി. ഇപ്പം അതല്ല വിഷയം നമ്മളിവിടുത്തെ. ഞാൻ കറിക്ക് കടുക് താളിക്കാനും വേണ്ടി വന്നതാണ്. അടുക്കളയും കൂടെ തൂത്ത് കഴിഞ്ഞാൽ എൻ്റെ ജോലി കഴിഞ്ഞു. അപ്പം അങ്ങനെ എൻ്റെ ആഗ്രഹത്തിന് ഞാൻ ക്യൂടെക്സ് ഒക്കെ ഇട്ടു കയ്യിലും കാലിലും ഒക്കെ. എന്താണെന്നറിയില്ല, പെട്ടെന്ന് എനിക്ക് ക്യൂടെക്സ് ഇടണം എന്നൊരാഗ്രഹം തോന്നി അങ്ങ് ഇട്ടതാണ്. എന്നും മിക്ക ദിവസവും ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എണ്ണയൊക്കെ തേച്ച്, നല്ല എണ്ണയാട്ടോ. ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ട് 14 ദിവസമല്ലേ മറ്റേ സഹ്യയിലെ ഇതുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ നിന്ന് തന്നതാട്ടോ. ഇത് പെയ്ഡ് പ്രൊമോഷനൊന്നുമല്ല, ഞാൻ ഉപയോഗിച്ച റിസൾട്ട് ഉള്ളതുകൊണ്ടാട്ടോ പറയുന്നത്. അപ്പം അത് പിഗ്മെൻറ്റേഷൻ നല്ല പോലെ കുറയും. അതല്ല, നമുക്ക് ഭയങ്കര ഉണർവാണ്. അത് പ്രസൂതി തൈലം അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ആദ്യം എനിക്കൊരു 400 ml ആണ് അവർ അയച്ചു തന്നത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇനിയും അത് നല്ലതായതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് വീണ്ടും ഞാൻ വാങ്ങിച്ചു. ഞാൻ പോയിട്ട് കടുക് താളിച്ചിട്ട് വരാം. ഈ കടുക് കൂടെ താളിച്ചാൽ മതി. ഇപ്പോൾ വരാതിരിക്കാൻ പോകല്ലേ. വലിയൊരു കൊച്ചുള്ളി കിട്ടി. പണ്ട് എനിക്കാണെങ്കിൽ ഈ സവാളയുടെ കൂട്ടിരിക്കുന്ന കൊച്ചുള്ളിയാണ്, ഈ പൊടി കൊച്ചുള്ളി. സവാളയുടെ കൂട്ടിരിക്കുവേ, ഭയങ്കര ഡാർക്ക് കളർ. അയ്യോ, അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. എന്തായാലും ഇവിടെ തൂക്കണം, തറയിലോട്ട് തന്നെ പൊളിച്ചിടാം. എന്നിട്ട് തൂക്കും കണ്ട് വാരാൻ. അപ്പം എനിക്കത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. എന്താണെന്നറിയത്തില്ല. അപ്പം എൻ്റെ ഉച്ചയ്ക്കത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അമ്മ രാവിലെ ചീനി വേവിച്ചായിരുന്നേ. ഞാൻ കടുകിന് താളിച്ചില്ല, കടുകിനല്ല കറിക്ക് താളിച്ചില്ലായിരുന്നു. അപ്പം കറിക്കും താളിച്ചു. അയ്യോ, ഇത് പൊട്ടും. കാരണം ഞാൻ എണ്ണ കുറേ നേരം കൊണ്ട് ചൂടാക്കാൻ വെച്ചതാണ്. കറിക്കും താളിച്ച് കഴിഞ്ഞാൽ ജോലി തീർന്നേ. കുഞ്ഞാവയാണെങ്കിൽ കുളിപ്പിച്ച് ഒരുക്കി ഉറക്കി എന്നിട്ടാണ് ബാക്കി പണിയൊക്കെ ചെയ്യുന്നത്. കുഞ്ഞാവ ഉറങ്ങുന്ന സമയത്ത് ഞാൻ പോയി തുണി കഴുകും. തുണി കഴുകുന്ന എന്നും ഒരു 11:30-12 മണിക്കുള്ളിൽ അവളെ ഉറക്കും. ഉറക്കി കഴിഞ്ഞാൽ ബാക്കി പരിപാടിയൊക്കെ ചെയ്യും. അവൾ കിടക്കുന്ന മുറി തൂക്കുകയും. ഇന്ന് രാവിലെ ഞാൻ തൂത്തു. പിന്നെ ഒരു 11 മണിക്കുള്ളിൽ എന്തെങ്കിലും വെക്കാനൊക്കെ ഉണ്ടെങ്കിൽ ആ പരിപാടിയും കഴിയും കേട്ടോ. ഇല്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല. പിന്നെ ഇതൊക്കെ കുഞ്ഞിൻ്റെ മൂഡ് അനുസരിച്ചിട്ടിരിക്കും. കുഞ്ഞ് മെടയാണെങ്കിൽ അന്നൊന്നും നടക്കത്തില്ല. പിന്നെ ഞാൻ പോയി കുളിച്ചിട്ട് വന്നു. കുഞ്ഞാവ് ഉറങ്ങുന്ന സമയത്ത് ഞാൻ പോയി കുളിക്കും. കുളിച്ച് തുണിയും കഴുകിയിട്ട് വരും. ഇന്ന് കുളിച്ച് തുണി കഴുകി ഞാൻ, പക്ഷെ അത് പിഴിഞ്ഞ് വെച്ചില്ല. അപ്പോഴത്തേക്കും അവൾ കരഞ്ഞു. ഞാൻ കുളിക്കാൻ പോയപ്പോൾ അവൾ ഉറങ്ങിയില്ലായിരുന്നു. അച്ഛൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ടാണ് പോയത്. അപ്പം ഇനി കടുകൂടെ തളിച്ച് കഴിഞ്ഞാൽ ചോറ് കഴിക്കാം. 1 മണി എന്തോ ആവാറായി. എനിക്ക് കറിവേപ്പില വയ്ക്കാൻ പോകാനൊന്നും എനിക്ക് മഴയൊക്കെ ആയതുകൊണ്ടേ അയ്യത്തൊക്കെ അടിപൊളിയാവും. പിന്നെ അടുക്കളയും കൂടെ തൂത്തുവാരിയണം കേട്ടോ. എനിക്കാണെങ്കിൽ നമ്മൾ 7 മാസം എന്തോ കഴിഞ്ഞ് ചന്ദനം എന്തോ ഇട്ടുകൂടാന്നൊക്കെ പറയത്തില്ലേ പ്രഗ്നൻസി ടൈമിൽ. പക്ഷേ ഞാൻ പ്രസവിക്കാൻ പോകുന്നവരെ ചന്ദനം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിലർ പറയും അത് കഴിഞ്ഞ് ചന്ദനം ഇട്ടുകൂടാ, 7-ാം മാസം കഴിഞ്ഞ് ചന്ദനം ഇട്ടുകൂടാന്നൊക്കെ പറയും. എനിക്കറിയത്തില്ല അതിനെപ്പറ്റിയൊന്നും. പക്ഷെ ഞാൻ പ്രസവിക്കുന്നതിന് അന്ന് വരെ ചന്ദനം ഇട്ടുണ്ടാക്കാൻ പോയത്. ഭയങ്കര എന്തോ ചന്ദനമൊക്കെ ഇടുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുന്ന പോലെയാണ്. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. ഇപ്പം വെള്ളം കുടിയൊക്കെ കുറവാണ്. നേരത്തെ ഞാൻ ഈ ഒരു കുപ്പിക്ക് എങ്ങനെ പോയാലും ഒരു 6 കുപ്പി, ഇത് 1 ലിറ്ററിൻ്റെ പാൽക്കുപ്പിയാണ്, 6 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കുമായിരുന്നു. ഇപ്പം കുറവാണ്. ചിലപ്പോൾ നിങ്ങൾ ഒരിക്കലും ഞാൻ ചുമ്മാ പറയുന്നതാണ്. ഈ ഡെലിവറി കഴിഞ്ഞ ടൈമിൽ എനിക്ക് വെള്ളം കുടിച്ചില്ലെങ്കിൽ എത്ര മഴയാണെങ്കിലും പെട്ടെന്ന് യൂറിനറി ഇൻഫെക്ഷൻ വരും. ഫോണിൻ്റെ മണ്ടയിൽ ഡീച്ച കയറിയിരിക്കും. ഞാൻ ഇങ്ങനെ നോക്കിയതായിനെ. ഞാൻ മുത്തി കുടിക്കും. നല്ല മഴ. ഞാൻ അടുക്കള തൂത്തേ. ഇന്നലെ അമ്മ ഈ ഏത്തപ്പഴം 100 രൂപയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നു. ഏത്തപ്പഴത്തിന് എന്നാൽ 100 രൂപയില്ല. അമ്മയെ കളിപ്പിച്ചായിരിക്കും. കണ്ടോ ചാറ്റൽ, കാറ്റുണ്ട്. കുഞ്ഞിൻ്റെ തുണി മേളിൽ ഞാൻ ക്ലിപ്പിടാതെ ഇട്ടേക്കുന്നത്. നമ്മുടെ കോഴിക്കുട്ടന്മാർ കിടക്കുന്നുണ്ടോ? കോഴിക്കുട്ടി സേഫായിട്ട്. ചാറ്റൽ കണ്ടോ?
ഇനി തുണി ഒരു ഡസനോടെ കഴുകി പിഴിഞ്ഞിടണം. ഈ കുളിച്ച് കഴിഞ്ഞിട്ട് കഴുകുക പിഴിയുക എന്നൊക്കെ പറയുന്ന മടിയുള്ള കാര്യം. പക്ഷേ പിഴിഞ്ഞിട്ടേ പറ്റൂ. കാരണം അമ്മ ഇനി എപ്പോഴാണ് വരുന്നതെന്ന് ആർക്കറിയാം. അമ്മ ഇതുവരെ ചെന്നില്ല. ഞാനിപ്പോൾ അമ്മയെ വഴക്ക് പറഞ്ഞതാ. എന്നാൽ പിന്നെ അമ്മയ്ക്ക് നേരത്തെ എങ്ങനെ ഇറങ്ങിക്കൂടായിരുന്നു. ഇത്രയും ദൂരം പോവാണ്. ഇനി ഇവിടുന്ന് 9:30 കഴിഞ്ഞാണ് ഇറങ്ങിയത്. അമ്മയുണ്ട്, അമ്മയുടെ കൂട്ടുകാരിയും ഉണ്ടേ. അപ്പം 9:30 കഴിഞ്ഞ് ഇതുവരെ അങ്ങ് ചെന്നില്ല. കോട്ടയത്തു നിന്ന് ഒരു ബസ് കയറണമെന്ന് ഇപ്പം എന്നെ വിളിച്ചിട്ട് പറയുക. ഞാൻ അപ്പോൾ വഴക്ക് പറഞ്ഞു. അരി അങ്ങ് എടുത്തുണ്ട്. ചാച്ച ചോറ് വിളമ്പട്ടെ? 1:30 ചോറങ്ങ് കഴിക്കാം. കഴിച്ചിട്ട് ഇനി തുണി കഴുകിയിടാൻ എനിക്ക് വയ്യ, എനിക്ക് മടിയാണ്. നമ്മുടെ റംബൂട്ടാനെ കണ്ട കായൊക്കെ പിടിച്ച്. കഴിഞ്ഞ വട്ടം ഞാൻ പ്രഗ്നൻ്റ് ആയ ടൈമിലാണ് നമ്മുടെ റംബൂട്ടാനെല്ലാം പഴുത്തേ. ആ റംബൂട്ടാൻ വരിക്കയാട്ടോ പഴുത്തേ. ഞാൻ വെറുത്ത് പോയായിരുന്നു. കൊതുക്, ഭയങ്കര കൊതുകാണ് നമ്മളിവിടെ. അപ്പോൾ സമയം 2:30 തുണി വിരിക്കുന്നത് ഇപ്പോഴാണ് കഴുകിയത് തന്നെ. നല്ലൊരു വെയിൽ വന്നു കേട്ടോ. ഞാൻ വേഗം തുണി വിരിച്ചിട്ട് പോട്ടെ. ഇന്ന് കുഞ്ഞാവ വഴക്കൊന്നുമില്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, കുളിപ്പിച്ചിട്ട് കൊണ്ടുവന്ന് അവൾ ഉറങ്ങിയില്ല. കണ്ണ് തുറന്നായിരുന്നു. അച്ഛനെ ഏൽപ്പിച്ചു. എന്നിട്ട് ഞാൻ കൊണ്ടുവന്ന് തൊട്ടിൽ പിന്നെ ഉറക്കി. 10 മിനിറ്റ് പോലും കിടന്നില്ല. ഇപ്പോഴാണ് ഉറങ്ങുന്നത്. ഇതുവരെ കണ്ണൊക്കെ തുറന്ന് വഴക്കൊന്നുമില്ലായിരുന്നു. ഇങ്ങനെ കിടക്കുമായിരുന്നു. ഇപ്പോൾ ഉറങ്ങി. അപ്പം ഞാനിത് വിരിച്ചിട്ടിട്ട് പോട്ടെ. വെള്ളയാണേ പൂച്ചയുറക്കം കൊണ്ടിരിക്കുക. എനിക്കാണെങ്കിൽ ഉറക്കം വരുന്നു. ഞാൻ വിചാരിച്ചു ഇവളെ ഉറങ്ങുമെന്ന്. എനിക്ക് ഉറങ്ങുമെന്ന്. ഇവളെ വേണ്ട, ഞാൻ തൊട്ടിലിട്ട് ആട്ടി ഉറക്കിയിട്ട് അങ്ങോട്ട് പോയത്. അവൾ കണ്ണ് തുറന്ന് കിടക്കുമായിരുന്നു. വന്നപ്പോൾ പൂച്ച ഉറക്കം അവളുടെ. ഇന്നങ്ങനെ ഉറങ്ങുന്നില്ല. രാവിലെയാണ് ഉറങ്ങിയത്. പിന്നെ ഫുള്ള് പൂച്ച ഉറക്കമായിരുന്നു. പറഞ്ഞില്ല ഇന്ന് മീമോട് പൂച്ച ഉറക്കം. ഞാൻ കാൽഷ്യം കഴിച്ചു പറ്റുമെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇങ്ങനെ എൻ്റെ കാര്യം ഞാൻ മറന്നു പോകും. ഗുളിക കഴിക്കുന്ന കാര്യം. അല്ല, ഗുളിക കഴിച്ചു ഇല്ലയെന്ന് ഞാൻ ഓർക്കത്തില്ല. ഇന്ന് കുഞ്ഞമ്മനെ ഉറങ്ങിയതേ ഇല്ല. പക്ഷെ വഴക്കൊന്നുമില്ല. അവൾ ഉറങ്ങുന്നില്ല. എപ്പോഴും എന്നും അങ്ങനെ അല്ലല്ലോ. ഇപ്പം അവളൊന്ന് ഉറങ്ങിയിട്ടുണ്ട്. ഇപ്പം സമയം ഒരു 4:30 ആയപ്പോൾ ഉറങ്ങി. ഇനി ചിലപ്പോൾ ഈ ഉറക്കം കുറച്ച് നേരം കാണുമായിരിക്കാം, അറിയത്തില്ല. അവളുടെ ഒരിതുപോലെ ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചു കുഞ്ഞ്. ചാച്ചൻ പാല് വാങ്ങിക്കാൻ പോയേ. ഞാൻ മോട്ടറിട്ടു. കാരണം കറണ്ട് എങ്ങാനും പോയല്ലേ. ഫോണും കുത്തിയിടാൻ പോവാം. ബാക്കി വിശേഷം ഞാൻ പിന്നെ പറയാമേ. കറണ്ട് പോയി കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. മോട്ടറിൽ വെള്ളമുണ്ട്, നമ്മളധികം എടുത്തിട്ടില്ല. ഇന്നലെ പാല് വാങ്ങിച്ചില്ല. അപ്പം ഞാൻ ചാച്ചനോട് പോയി പാല് വാങ്ങിച്ചല്ലോ ചാച്ചാന്ന്. ഫോൺ കുത്തിയിടട്ടെ. ഇന്നിപ്പോഴാണ് ഉറങ്ങുന്നത്. മേടിച്ച് കുറച്ച് നേരം കൈയിരുന്ന് ഉറങ്ങിക്കോട്ടെ, എന്നിട്ട് അങ്ങോട്ട് കൊണ്ട് വെക്കാമെന്ന്. ഇതുവരെ ഉറങ്ങിയില്ലായിരുന്നു.